ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തിയതിന്റെ ഓർമ്മയാണ് ചാന്ദ്രദിനം. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം 3,84,401 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. 27 ദിവസം വേണം ചന്ദ്രന് ഒരു തവണ ഭൂമിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യാൻ. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ മൂവർ സംഘമാണ് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിച്ചേർന്നത്. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാൽകുത്തിയത്. പിന്നീട് എഡ്വിൻ ആൽഡ്രിനും മൈക്കൽ കോളിൻസ് അവരുടെ കൊളംബിയ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തി മനുഷ്യനെ ചന്ദ്രനിൽ ആദ്യമായി ഇറക്കിയ ബഹിരാകാശ ദൗത്യമായിരുന്നു അപ്പോളോ 11. ഈഗിൾ എന്ന ചാന്ദ്രപേടകത്തിലായിരുന്നു മൂവർ സംഘത്തിന്റെ യാത്ര. 21 മണിക്കൂർ അവർ അവിടെ ചിലവഴിച്ചു. 2.5 മണിക്കൂർ പേടകത്തിന് പുറത്തും അവർ ചിലവഴിച്ചു. പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് അവർ എത്തിച്ചേർന്നത്. ഏകദേശം 110 മീറ്റർ ഉയരമുണ്ടായിരുന്ന അപ്പോളോ 11 3100 ടൺ ഭാരവും സ്റ്റെൻവി എന്ന റോക്കറ്റ് 30 ലക്ഷം കിലോഗ്രാം ശക്തിയോടെയാണ് അപ്പോളോ 11 ഉയർത്തിവിട്ടത്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചേർന്ന് US കൊടി നാട്ടി നിര്യാതനായ ശൂന്യാകാശ സഞ്ചാരികളുടെ മെഡലുകളും ഒരു ലോഹത്തകിടും അവിടെ നിക്ഷേപിച്ചു. ഇവിടെ ഭൂഗ്രഹത്തിൽ നിന്നും മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തി 1969 ജൂലൈ സമസ്ത മാനവർക്കും സമാധാനപരമായി എത്തിച്ചേർന്നു എന്നെഴുതി മൂവരും ഒപ്പുവെച്ചു. ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണങ്ങളും അവർ എടുത്തു. 3 ഉപകരണങ്ങളും അവിടെ സജ്ജമാക്കുകയും ചെയ്തു. ഈഗിളിന്റെ സഹായത്തോടെ മാതൃകാ പേടകത്തിൽ കയറിയേറി അവർ ഭൂമിയിലേക്ക് തിരിച്ചു. ജൂലൈ 24 അവർ ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന അതേ സമയം തന്നെ ചന്ദ്രൻ തന്റെ സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. ഭൂമിയിൽ നിന്നും ചന്ദ്രന്റെ 59% ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രതിഭാസമാണ് ലിബറേഷൻ എന്ന് പറയുന്നത്. മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഈ സംഭവം വിശേഷിപ്പിക്കുന്നത് ഇത് മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്. മാനവരാശിക്ക് ഇതിലും വലിയ കുതിച്ചുചാട്ടവും മാനവരാശിയുടെ നാഴികക്കല്ലായ ഈ ദിനത്തിന്റെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഈ ദിനം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ചാന്ദ്രദിനാശംസകൾ. അമ്മേ അമ്മേ
സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20-നാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്ന് ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിനാണ്. La
മനുഷ്യരുടെ ജിജ്ഞാസയെ തൊട്ടുണർത്തി. ചന്ദ്രനിലെ ശാസ്ത്രരംഗത്ത് ഒരു വലിയ കാൽവെപ്പായിരുന്നു 1969 ജൂലൈ 20. Hello teachers and my friends. Moon, 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 come day soon. Moon, 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 come day soon. You come at night, you give us light. You come at night, you give us light. You are height and light. You are height and light. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ജൂലൈ 21 നാം ശാസ്ത്രീയമായി ആചരിക്കുന്നു. അപ്പോളോ 11 ബഹിരാകാശ പേടകത്തിൽ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് 1969 ജൂലൈ 21-നാണ് ചന്ദ്രനിൽ എത്തിയത്. ജൂലൈ 21-ന് ആദ്യമായി ചാന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യന്റെ നേട്ടം നീൽ ആംസ്ട്രോങ് കരസ്ഥമാക്കി. ഇത് ഒരു മനുഷ്യന്റെ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം ഈ സംഭവം വിശേഷിപ്പിക്കപ്പെട്ടു. മാനവ ചരിത്രത്തിന്റെ ഈ നാഴികക്കല്ലിന്റെ പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് നാം ജൂലൈ 21 ചാന്ദ്ര ദിനമായി ആചരിക്കുന്നത്.